ഉത്തര കേരളത്തിലെ ചിരപുരാതനവും പരിപാവനവും ഐതിഹ്യപ്രസിദ്ധവുമാണ് അന്നൂർ ശ്രീ തലയന്നേരി പൂമാല ഭഗവതിക്കാവ്. നിരവധി ദേവസങ്കേതങ്ങളുടെ പുണ്യഭൂമിയായ അന്നൂര് ആധ്യാത്മിക പാരമ്പര്യത്തിന്റെയും നാട്ടുചരിത്രങ്ങളുടെയും വിവിധ സമുദായങ്ങളുടെ ആരൂഢക്ഷേത്രങ്ങളാലും ആചാരാനുഷ്ഠാനങ്ങളാലും പേരുകേട്ട പുണ്യഭൂമി കൂടിയാണ്. അന്നത്തിന്റെ ഊരെന്നും ദേശചരിത്രകാരന്മാർ അന്നൂരിനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഗ്രാമീണവും നാഗരികവുമായ ജീവിതത്തിൽ മാനവരാശിയുടെ ഊർജസ്രോതസ്സായി വർത്തിക്കുന്ന ആരാധനാലയങ്ങൾ സമസ്ത ജീവജാലങ്ങളുടെയും അഭയസ്ഥാനമാണ്. കാലാന്തരത്തിൽ വന്നുഭവിക്കുന്ന അശുദ്ധിയും ജീർണതയും കൊണ്ട് കാവുകൾക്ക് ബലക്ഷയം സംഭവിക്കുകയും ദേവീദേവന്മാരുടെ ചൈതന്യം നഷ്ടപ്പെടുകയും ചെയ്യാറുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ പണ്ഡിതരായ ജ്യോത്സ്യന്മാരെ വരുത്തി പ്രശ്നചിന്ത നടത്തി ദേവീഹിതം അറിഞ്ഞുകൊണ്ട് കാവ് പുനർനിർമ്മാണം നടത്തി താന്ത്രിക വിധിപ്രകാരം ദേവീദേവന്മാരുടെ ചൈതന്യം പൂർണ്ണതയിലെത്തിക്കുക എന്നത് ഭക്തജനങ്ങളെ സംബന്ധിച്ച് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അന്നൂർ ശ്രീ തലയന്നേരി പൂമാലക്കാവിലെ നിലവിലുള്ള സാക്ഷാൽ പൂമാലക്കാവിലമ്മയുടെ പള്ളിയറയ്ക്കും ഉപക്ഷേത്രമായ പൂമാരുതൻ ദൈവത്തിന്റെ പള്ളിയറയ്ക്കും അടുത്ത കാലത്ത് കാണപ്പെട്ട കേടുപാടുകൾ ഒരു നിമിത്തമെന്നോണം ആചാരസ്ഥാനികരുടെയും സമുദായക്കാരുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ തന്ത്രി ബ്രഹ്മശ്രീ തെക്കിനിയടത്ത് തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണിന്തമ്പുതിരിപ്പാട് അവറുകളുടെ ശ്രദ്ധയിൽപ്പെടുകയും തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ കാവിൽ വെച്ച് സ്വർണപ്രശ്നം നടത്തുകയുമുണ്ടായി. പൂമാലക്കാവിലമ്മയുടെ സാക്ഷാൽ പള്ളിയറയ്ക്ക് കാലപ്പഴക്കം ബാധിച്ചതിനാലും കേടുപാടുകൾ സംഭവിച്ചിരിക്കാലും ശില്പധാര വിധിപ്രകാരം പുനർനിർമ്മിക്കുകയും പൂമാരുതൻ ദൈവത്തിന്റെ പള്ളിയറ നവീകരിക്കുകയും ചെയ്ത് താന്ത്രിക അനുഷ്ഠാനങ്ങളോടെ നവീകരണ കലശം നടത്തി ചൈതന്യവത്താക്കണമെന്ന ദേവീഹിതം സ്വർണപ്രശ്നത്തിലൂടെ അറിഞ്ഞു. കാവിലെ ഭരണസമിതി അംഗങ്ങളായ സമുദായക്കാരുടെ നേതൃത്വത്തിൽ ഭക്തരുടെ സാന്നിധ്യത്തിൽ മുഖ്യ രക്ഷാധികാരിയായി ക്ഷേത്രം തന്ത്രീശ്വരനെയും രക്ഷാധികാരികളായി വേലോത്ത് നമ്പി, ഗ്രാമത്തിന്റെ പ്രതിനിധികളായി പടിയിലവകാശികളായ കോയ്മമാരും ആചാരസ്ഥാനികരും സമുദായക്കാരും കൂട്ടായ്ക്കാരും പ്രവർത്തക കമ്മിറ്റി അംഗങ്ങളായി തെക്കേ ഊർക്കകം വടക്കേ ഊർക്കകം അംഗങ്ങളിൽ നിന്ന് 34 അംഗങ്ങൾ ഉൾപ്പെട്ട അന്നൂർ ശ്രീ തലയന്നേരി പൂമാല ഭഗവതിക്കാവ് പുനർനിർമ്മാണ കമ്മിറ്റിക്ക് രൂപം നൽകി. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശ്രീകോവിലുകളും പള്ളിയറകളും പുതുക്കിപ്പണിയുന്നതിന്റെ ഭാഗമായി നടക്കുന്ന പ്രധാന ചടങ്ങാണ് ബാലാലയ പ്രതിഷ്ഠ. പ്രതിഷ്ഠകളെല്ലാം ബാലാലയത്തിലേക്ക് മാറ്റുക എന്നതാണ് അതിൽ പ്രധാനം. തിടമ്പുകളും പീഠവും കിടാവിളക്കുമാണ് ബാലാലയത്തിലേക്ക് മാറ്റിയത്. തലയന്നേരിയിലെ കിടാവിളക്കിന് വളരെയേറെ പ്രത്യേകതയുണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രം ആരംഭിച്ച കാലത്തു മുതൽ കൊളുത്തിവെച്ച കിടാവിളക്ക് ഇന്നും കെടാതെ ഈ ശ്രീകോവിലുണ്ട് എന്നുള്ളതാണ് ഭക്തരെ എന്നും അത്ഭുതപ്പെടുത്തുന്നത്. ക്ഷേത്രത്തിന്റെ പ്രഭയ്ക്കും പുരോഗതിക്കും അതിലൂടെ നാടിന്റെ നന്മയ്ക്കും ആധാരം ആ കെടാവിളക്കിന്റെ ഐശ്വര്യം തന്നെയാകണം. തരുണനെല്ലൂർ ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ ഈ കെടാവിളക്കും ബാലാലയത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. പള്ളിയറയുടെ അകത്ത് പ്രത്യേകം ഒരു അറയിലാണ് ഇതുവരെ കെടാവിളക്ക് സൂക്ഷിച്ചിരുന്നത്. നൂറ്റാണ്ടു മുമ്പുള്ള ആചാരാനുഷ്ഠാനങ്ങൾ കൈവിടാതെ തന്നെയാണ് ഇതുവരെയും തലയന്നേരിയിലെ എല്ലാ ചടങ്ങുകളും നടന്നിരുന്നത്. ദേവീ ചൈതന്യം വിലസുന്ന പരിപാവനമായ കാവിലെ കഴിഞ്ഞ കുറെ വർഷങ്ങളായുള്ള പടിപടിയായുള്ള പുരോഗതി ഏവർക്കും അഭിമാനിക്കത്തക്കതാണ്. മൺമറഞ്ഞു പോയവരും ജീവിച്ചിരിക്കുന്നവരുമായ പലരുടെയും ആത്മാർത്ഥതയും സത്യസന്ധവുമായ പരിശ്രമങ്ങൾ എന്നും സ്മരിക്കപ്പെടേണ്ടതാണ്. പുനർനിർമ്മാണം പൂർത്തീകരിക്കാൻ 1 കോടി രൂപയോളം ചിലവ് പ്രതീക്ഷിക്കുന്ന ഒരു മഹായജ്ഞത്തിന്റെ ശുഭകരമായ പരിസമാപ്തി നാടിനൊപ്പം നാട്ടുകാർക്കും ക്ഷേമവും ഐശ്വര്യവും പ്രദാനം ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.